ദുൽഹനിയ ലേ ജായെങ്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പാടുന്ന കാണുമ്പോൾ എനിക്കും അതേപോലെ ഡാൻസ് കളിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനായോണ്ട് ഡാൻസ് കളിപ്പിച്ചില്ല. നല്ലോണം കലക്കി ഒന്നും കൂടി എടുക്കട്ടെ. കുറേ പേർക്ക് വേണമെങ്കിൽ എൻ്റെ വൈഫ് ഐശ്വര്യ റായ് ആണെന്ന് വിചാരിക്കാം. പറയാൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഐ വോണ്ട് സജസ്റ്റ് ഇനി. അപ്പൊ ഞങ്ങള് പറഞ്ഞത് ദെൻ അജു വർഗീസ് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. ഇന്നത്തെ കാലത്ത് ഒരു ഷെർലക് ഹോംസ് എന്നൊക്കെ അല്ലേ പുള്ളിനെ വിശേഷിപ്പിക്കാം. ഇമേജ് പോലും മറക്കില്ലല്ലോ. മഞ്ഞ ഷർട്ട്, റെഡ് പോ, ബ്ലാക്ക്, ഇത് കണ്ണാടി, നമ്മൾ മറക്കാത്ത ആ പാലം ഒരിക്കലും മറക്കില്ല. നമ്മുടെ പുറത്തെ ഹോസ്പിറ്റൽ സീക്വൻസ് ഒക്കെ ആദ്യത്തെ സാലറി കൊണ്ട് ഞാൻ ചെയ്തത് ഡാഷാണ്. അമ്മ അത് ചെയ്യൂ, അവർക്ക് അത് സന്തോഷമാവുകയാണ്. ഒരു വ്യക്തിക്ക് നിനക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ നീ സിനിമ നടിയാണ്, അത് ചെയ്യൂന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈശ്വരാ, ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. നവംബർ 21 ഹലോ മമ്മി തിയേറ്ററിലേക്ക് എത്താണ്. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വി ഹാവ് ഐശ്വര്യ ലക്ഷ്മി, ഷറഫുദ്ദീൻ, ഹിന്ദുജ സണ്ണി ആൻഡ് ജഗദീഷ് ഏട്ടൻ. സോ 4 പേർക്കും വെൽക്കം. നിങ്ങൾ ജീവിതത്തിൽ ഒരു കാലത്ത് കണ്ട് പേടിച്ച, എന്നാൽ ഇപ്പോൾ വീണ്ടും കാണുമ്പോൾ കോമഡി ആയി തോന്നുന്ന ഹൊറർ സിനിമകൾ ഏതാണ്? ഈവിൾ ഡെഡ്. എനിക്ക് കുറച്ച് കോമഡി. ഞാൻ രണ്ടാമത് കാണാൻ ശ്രമിക്കാറില്ല, പേടിക്കും. എനിക്ക് ഉറപ്പാണ് ഞാൻ രണ്ടാമത് പേടിക്കുന്നു. He's asking which film that you saw first as a horror child. movie. A horror movie that you saw first as a child that was scary and now it looks funny. Oh yeah, now looks funny. Yeah, I think Evil Dead, of course. ഞാൻ അന്നത്തെ കാലത്ത് ഒരു സസ്പെൻസ് മൂവി, എക്സാക്ട്ലി ഹൊറർ അല്ല, പക്ഷെ ഹൊറർ പോലെ തോന്നിക്കുന്ന ഗുംനാം എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. Actually, there was in this show Ahat. That is very funny now. You get scared. അന്ന് ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഒരു ഫ്ലൈറ്റ് കൊണ്ട് ലാൻഡ് ചെയ്യാണ്. എന്നിട്ട് ആ ഫ്ലൈറ്റ് അങ്ങ് പോവാണ്, എല്ലാവരും അവിടെ വിട്ടിട്ട് പോവാണ്. ഒരു ഇംഗ്ലീഷ് ഫിലിമിനെ ബേസ് ചെയ്താണ്. ഇറ്റ്സ് ഹോട്ട് ഇൻ പാരഡൈസ് നോ, ബേസ്ഡ് ഓൺ ദാറ്റ്. അത് ഇന്ന് കാണുമ്പോൾ അതിന് കുറെ തമാശയായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്ലേസിൽ ഒരു പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യുക. അപ്പോൾ പക്ഷേ അന്നത്തെ കാലത്ത് ഞാൻ ഹിന്ദി ഫിലിം കണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം നല്ല പാട്ടുകളുണ്ടാവും ഹൊറർ ഫിലിംസിൽ. വോ കോന്തി, ദെൻ ബീസാൽ ബാദ്, അതൊക്കെ നല്ല പാട്ടുകൾ ഇഷ്ടമുള്ളതുകൊണ്ട് അന്നത്തെ ഹൊറർ ഫിലിംസ് ഒക്കെ എനിക്ക് അത് ഈ വോ കോന്തി ഒക്കെ തമിഴിൽ വന്നിട്ടുണ്ട്, യാർനി എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് കൂടുതൽ. ഇന്ന് കാണുമ്പോൾ അതിൽ ചിരിയൊന്നും വരില്ല. ഇന്ന് കാണുമ്പോഴും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പെർഫെക്ഷൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിക്കാനാണ് എനിക്കിഷ്ടം. വോ കോന്തിയൊക്കെ അന്നത്തെ ലെവലിൽ അത് രാജ് ഖോസ്ല എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ദാറ്റ് വാസ് എ നൈസ് മൂവി. ദെൻ ബീസാൽ ബാദ് വാസ് ഓൾ ബിരൻ നാഗ്, ഹി വാസ് ദ ഡയറക്ടർ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇന്ന് കാണുമ്പോഴും വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ദേ കുഡ് മേക്ക് വണ്ടർഫുൾ മൂവീസ് എന്നാണ് വാട്ട് ഐ ഫീൽ നൗ. അപ്പം അതുകൊണ്ട് ചിരിക്കാൻ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഭാർഗവി നിലയം ഓഫ് കോഴ്സ് ഒരു ക്ലാസിക്കാണ്. അന്നത്തെ ലെവലിൽ കണ്ടിട്ട് ഇന്ന് കാണുമ്പോഴും നമുക്ക് ഓക്കെ. അതിൻ്റെ ഹ്യൂമർ പോർഷനൊക്കെ വിട്ടേക്കും. അതിനകത്ത് ആ സ്പിരിറ്റ് എന്നുള്ള ഒരു പോർഷൻ വളരെ, അവിടെയും മ്യൂസിക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബാബുക്കയുടെ എക്സലന്റ് സോങ്സ്, ഓൾ ദ സോങ്സ് വർ സൂപ്പർ ഹിറ്റ്സ്. ബാബുക്ക, ഭാസ്കരൻ മാഷിൻ്റെ ഓൾ ദ സോങ്സ്, ദാസേട്ടൻ്റെയും എസ് ജാനകി അമ്മയുടെ ഒക്കെ പാട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആ ജോണറിൽ അത് ഒരു എൻ്റർടൈനറാണ്. ഇവിടെ ഹലോ മമ്മിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പാട്ടും രസവും എല്ലാം ഡാൻസും ഇവരുടെ ഗംഭീര. ഇപ്പം ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പാടുന്ന കാണുമ്പോൾ എനിക്കും അതേപോലെ ഡാൻസ് കളിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനായോണ്ട് ഡാൻസ് കളിപ്പിച്ചില്ല. ഇത് ശരിക്കും പറയാം, ഇതിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ചെയ്യുന്ന ആരാ? കാരണം നല്ല വൈബാ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നന്നായി ഷോട്ട് കലങ്ങിയോ, നന്നായിട്ട് കലക്കിയോ ഒന്നുകൂടെ തരട്ടെ എന്നൊക്കെ ചോദിക്കണ സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോ ആരതിന്റെ പിന്നിൽ പ്രവർത്തിച്ച? അതൊക്കെ ഓർഗാനിക് ആണ്. അതൊന്നും നമ്മള് അത് എല്ലാ ഷോട്ടും കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നല്ലോണം കലക്കി ഒന്നും കൂടി എടുക്കട്ടെ ചോദിക്കുന്ന സാധനമാണ്. അത് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല അത്. പക്ഷെ അങ്ങനെയായിരുന്നു, സെറ്റ് ആ വൈബായിരുന്നു. ഈ നല്ല സെറ്റുകളിൽ നിന്ന് നല്ല സിനിമ ഉണ്ടാവുള്ളൂ എന്ന് പറയണ്ടല്ലോ. നിങ്ങൾക്ക് എന്തായിരുന്നു ഹലോ മമ്മിയില് biggest takeaway? What is the biggest takeaway from the Hello Mummy scene? As I said before also, that you can work with so much simplicity, ease, and yet with lot of passion. So I take back a lot of simplicity and humility from actually Hello Mummy and the Malayalam industry.
ഹാപ്പി ആയിട്ടൊരു സിനിമ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഐശ്വര്യയുടെ ഞാൻ 3ാമത്തെ സിനിമയാണ്. തീർച്ചയായും എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു സന്തോഷം ഈ സിനിമയെ കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കുറേ നാളായിട്ട് ഞാൻ ഒരു കോമഡി സിനിമ ചെയ്യാതിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ചെയ്തതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു സംശയം ഒരു പോയിന്റിൽ പോലും എനിക്ക് ഈ സിനിമ വർക്കാവും അങ്ങനത്തെ ഒരു സംശയമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇത് 100% ഓണായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണോ ഹൊറർ? അല്ല കുമാരി, ഹൊറർ എന്ന് പറയാനില്ല ഈ സിനിമയിൽ. കുറച്ച് ഫാന്റസി എലിമെന്റ്സ് ഉണ്ട്. വേറൊരു രീതിയിലുള്ള ഒരു ഫാന്റസി എലിമെന്റ് കുമാരിയിൽ, ഒരു കെട്ടുകഥ പോലത്തെ ഒരു സംഭവം കുമാരിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എക്സ്പീരിയൻസസ് ആർ ഡിഫറെൻറ്റ്. ഈ സിനിമയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൺ വൈബാണ് സെറ്റിൽ. അപ്പോൾ ഒരു മിനിറ്റ് പോലും ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റൂല. ആ സെറ്റ് അങ്ങനെ ഫണ്ണാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്തും റോസ്റ്റ് ചെയ്തും സന്തോഷിച്ചും ഇരുന്നൊരു സെറ്റിൻ്റെ. പിന്നെ നമ്മൾ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ജോയ് ഉണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് നിന്ന് ഇവർ വർക്ക് ചെയ്ത സിനിമകളിലെ കഥ കേൾക്കുക. ഇപ്പോൾ സാർ ഓരോ പേരുകളൊക്കെ പറയുമ്പോൾ അവരുടെ സ്കിൽ സെറ്റ് വേറെ, അവർ അത്രയും എൻജോയ് ചെയ്ത് അത് ആരൊക്കെയാണ് എനിക്കതില്ല കേട്ടോ. ഞാനൊരു സിനിമ കണ്ടാൽ ചിലപ്പോൾ സിനിമയുടെ ടൈറ്റിലിൽ വേറെ കഥയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കും. കുറച്ച് കാലം കഴിഞ്ഞ് മറന്നൊക്കെ പോയിട്ട്. നമ്മൾ മെനിങ്ങാന്ന് ഏതോ 2 സിനിമ തമ്മിൽ മാറിപ്പോയല്ലോ. മലയാള സിനിമ നല്ലോണം ഇഷ്ടമുള്ള 2 സിനിമ, ടൈറ്റിൽ മാറി, കഥ മാറി, എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്ക് ഭയങ്കര ഇൻസ്പയറിങ്ങും രസമുള്ള ആക്ടേഴ്സ് ആണല്ലോ കൂടെ വർക്ക് ചെയ്യാൻ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ്. ഹാപ്പിയായിരുന്നു. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ, ഞങ്ങൾക്ക് ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ഇൻകോസ്റ്റേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ ജഗദീഷ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തന്നിരുന്ന എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഇപ്പോൾ വേറൊരു രീതിയിലാണ് തന്നെ. ഇപ്പോൾ 3Dയുടെ വേറെ വേർഷൻ ആർമി തന്നു, ത്രില്ലറുകളുടെ വേറെ വേർഷൻ തന്നുകൊണ്ടിരിക്കുന്നു. ഹലോ മമ്മിയിൽ എന്താ ഹൊറർ കോമഡി എലമെന്റ്? ഹലോ മമ്മിയിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഞാൻ കോമഡി ചെയ്യേണ്ട കാര്യമില്ല, ഐ ബിക്കം പാർട്ട് ഓഫ് ദ കോമഡി. അപ്പം എൻ്റെ പെർഫോമൻസിൽ ചിലപ്പോൾ കോമഡി ആയിരിക്കില്ല, പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് ഞാനും കൂടെ ഉള്ളിടത്ത് എൻ്റെ ഇന്നസെൻസോ എൻ്റെ ഒരു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അറിവാണ് ഇതിൻ്റെ ഹ്യൂമർ. കാരണം എനിക്കൊരു ഫോഴ്സ് ഉണ്ടെന്നുള്ള എനിക്കറിയാം. അല്ലെങ്കിൽ എൻ്റെ മകളുടെ കഥാപാത്രം സ്റ്റെഫിയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഐശ്വര്യയ്ക്ക് അറിയാം, ദർ ഇസ് സംതിങ് ഹിയർ, അല്ലെങ്കിൽ സംബഡി ഹിയർ. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ഷീ ഈസ് ഹിയർ. സ്റ്റെഫിക്ക് അറിയാം ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊന്നും അറിയില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഹ്യൂമർ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ നാച്ചുറലി ഐ ബിക്കം പാർട്ട് ഓഫ് ദി ഹ്യൂമർ. ആൻഡ് അനദർ തിങ് ഇസ് വി അക്സെപ്റ്റ് ഗ്രേറ്റ് ടാലൻറ്റ്സ്. Sunny Hinduja, he's the right man to do that role. It's a different role. He is supposed to come from, say, a very distant place, northern part of India. He's supposed to come, and he has got some powers, which he has come here to, say, exercise. And he is, you can't say he is a negative role or a villainous role. He has a mission. What is his mission? That's the suspense part of it. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം TVFലെ സന്ദീപ് ഭയ്യ. So what was your first impression of Malayalam cinema before you working? No, I had already watched so many Malayalam films, and of course, because Fahad Fazil, through him I got introduced, you know. So I watched from Kumbalangi Nights to all his films. Then recently I watched Brahmayugam and Premalu and all these films. And of course Manjumal Boys. So such fantastically made films, and the real content. I think Malayalam cinema is also known for the content driven films, and I think overall if you talk about films, the content is the real hero, and which is celebrated in Malayalam cinema. So that is what the idea I had always about Malayalam films. And when this offer came, so it will be a fool only who will refuse. And so that's what I had. And you know, maybe in my subconscious mind I had this, and it has manifested. So probably that is how I got this film, and I'm looking forward. I want to do more work in Malayalam cinema and speak Malayalam. Correct Malayalam. സെറ്റിൽ മലയാളമൊക്കെ പഠിപ്പിച്ചു കുറച്ചൊക്കെ. ഈ പ്രേമം കാണാൻ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ടാണല്ലോ അൽതാഫ് സലീമിനെ ശ്രദ്ധിക്കാൻ പറയണേ. അന്ന് ഷർഫുഖിനെ ശ്രദ്ധിച്ചായിരുന്നു ഇപ്പോൾ ക്യാരക്ടർ? ഉറപ്പായിട്ടും ഐക്കോണിക്. നമ്മൾ ഒരിക്കലും മറക്കാത്ത ഇമേജ് പോലും മറക്കില്ലല്ലോ. മഞ്ഞ ഷർട്ട്, റെഡ് പോ, ബ്ലാക്ക്, ഇത് കണ്ണാടി, നമ്മൾ മറക്കാത്ത ആ പാലം,
ഒരിക്കലും മറക്കില്ല. എനിക്ക് ഒരിക്കൽ കണ്ടവർക്ക് മറക്കാൻ പറ്റാത്ത ഇമേജ് ആണ്. അത് വേണ്ടി വരത്തനിലൊക്കെ നമ്മൾ ഈ സെറ്റുകളിലൊക്കെ ഈ ഞണ്ട് മുതൽ എനിക്കറിയാം. രണ്ട് അപ്പൊ അന്ന് കമ്പനി ആയിരുന്നു ഞണ്ടുകളെ ഞങ്ങൾ അറിയാം പരിചയം. ഈ ശരിക്കും വരത്തം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഫേസ് ഓഫ് ഭയങ്കരമായിട്ട് തന്നെ ആ സമയത്ത് ഈ സെറ്റിലൊക്കെ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ റെഗുലർ ഉണ്ടായിരുന്നു. കാരണം അധികം നമ്മള് അധികം സംസാരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ട് കിട്ടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾ ആക്ച്വലി സംസാരിക്കുമായിരുന്നു. ഞങ്ങള് അത്യാവശ്യം ഒന്ന് വെച്ചാൽ ഇന്റൻസ് കൂടി പോകുമ്പോൾ നമുക്ക് ചിലപ്പോ നമുക്ക് കംഫർട്ട് തേടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രിയയുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ പ്രിയ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നല്ലോ ആ സമയത്ത്. എബി പോലും പ്രിയ പറയുന്നത് മനസ്സിലാക്കുന്നില്ല, ആ ഒരു മെത്തേഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും നമ്മളും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും, ഒരു ഇച്ചിരി ഒറ്റപ്പെടൽ പ്രിയക്ക് നല്ലതായിരിക്കും എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പൊ എനിക്ക് കുറച്ച് ഇങ്ങനെ മറ്റേ ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ട് നമ്മുടെ പുറത്തെ ഹോസ്പിറ്റൽ സീക്വൻസ് ഒക്കെ എന്ത് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഏതോ അതല്ല മറ്റേ ജീപ്പിൽ കൊണ്ടുപോകുന്ന സീൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പോയി പ്രിയയുടെ കൂടെ ഒരു സെൽഫി എടുത്തു. കാരണം എനിക്കൊരു അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം. അതായത് ഈ പടത്തില് എൻ്റെ വൈഫിനെ കാണിക്കുന്നില്ല, സ്റ്റെഫിയുടെ മദറിനെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഡിസ്ക്രിപ്ഷനാണ്. They can imagine anybody as my wife. അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ പേർക്ക് വേണമെങ്കിൽ എന്റെ വൈഫ് ഐശ്വര്യ റായ് ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ മനസ്സിലല്ലേ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അജിന്റെ മനസ്സിൽ ആരായിരിക്കും എന്റെ വൈഫായിട്ട് കാണിക്കാത്തൊരു സംഭവങ്ങൾ. She can suggest, Sharaf can suggest and Sunny can suggest. Who would be my wife? Dual role. Aishwarya Lakshmi as mummy as. Okay, that's a possibility. Then how about Aishwarya? ഞാനാ എന്റെ വൈഫായിട്ട് കാണിക്കുന്നില്ല, ഇപ്പോ ഫോട്ടോ പോലും ഇല്ല. അതാണ് എന്റെ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്. അതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് എന്തോ യാത്രക്കാരുടെ ശ്രദ്ധയിലെ സൗന്ദര്യ മാം. ഓക്കേ, അയ്യോ ഭയങ്കര ഓണറാണ്. താങ്ക് യു. ശരത്, എനിക്ക് ശോഭന ചേച്ചി പോലെ. ശോഭന, വെരി ഗുഡ്. കണ്ട എനിക്ക് വളരെ. How about Sunny? What do you think? Any pan-Indian option? I think maybe Farida Jalal. Okay, very good. And how about you? ഞാൻ പറഞ്ഞില്ല ഐശ്വര്യ ലക്ഷ്മി ആസ് സ്റ്റെഫി ആസ് ഡബിൾ റോൾ. ഓക്കേ. ഇൻട്രസ്റ്റിംഗ് ജഗദീഷ് ചേട്ടൻ ആരായിരുന്നു? Whom you want as your wife? ഇനി എന്റെ പറയാൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു രൂപം കൊടുത്താൽ അത് പ്രേക്ഷകരെ മിസ്ഗൈഡ് ചെയ്യും. അതുകൊണ്ട് ഐ വോണ്ട് സജസ്റ്റ് എനി നെയിം. അപ്പൊ ഞങ്ങള് പറഞ്ഞത് ഇത് ഫൗളാ. No, you have to suggest. ഇനി എന്റെ ആഗ്രഹം തുറന്നു പറയാം. Who would you like as your wife? I prefer a new face. I'll introduce somebody. That's it. ഈ മമ്മിക്ക് OCD-യുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? പലതും ഉണ്ട്. ഞാൻ അറിഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ OCD-യുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ റിയൽ ലൈഫിൽ ആ ഇമ്പാക്ട് ഒക്കെ ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ? എനിക്ക് ഇച്ചിരി OCD സ്വന്തമായിട്ടുണ്ട്. എനിക്ക് മമ്മിയുടെ ആവശ്യമില്ല. എനിക്ക് കുറച്ച് സിനിമാറ്റിക് OCD ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട് ചില കാര്യങ്ങളിലൊക്കെ. മനസ്സിലായില്ലേ? OCD മനസ്സിലായില്ലേ? Do you have any OCD problems like this mummy as in the movie? No. I only like cleanliness, basic. That's it. No OCD. Okay. OCD, I have OCD for, sorry to say, but some stupidity happens around now. You won't tolerate it. So that I am learning to have that patience. I have a problem that 3 days back I couldn't sleep. I couldn't figure out why. 4 o'clock, 5 o'clock, it's becoming in the morning. Then I figured what it was. I hadn't cleaned the plates in the kitchen. And I am not shutting down because I hadn't cleaned. So I went, washed the plate and right after I'm So like mother, a baby. hello mummy, mother. Mother, daughter, same page. Okay. But let's ask you, no, new phase you will launch. But in existing, who would you want? ഞാൻ ശരിക്കും പറഞ്ഞ ട്രെയിലർ കണ്ടിട്ട് ഞാൻ ചോദിച്ചു ഹൂ ഇസ് മമ്മി എന്ന്. അപ്പൊ എന്നോട് ഇങ്ങനെ കാര്യം ടാലന്റ് വൈസ് ഐ പ്രിഫർ ഉർവശി. It will be a right choice.
എന്ത് what do you feel? ഉർവശി? Yeah. Urvashi, I'm a fan. എനിക്ക് ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്. She wanna light up. എനിക്ക് ഉള്ളൊഴുക്ക് കണ്ടില്ലേ? അപ്പൊ ഇതില് ഈ ക്യാരക്ടറിന് കറക്റ്റ് ആയിരിക്കും ഉർവശി. അതിന്റെ ഇനി നമുക്കൊരു പാർട്ട് 2 വരികയാണെന്നുണ്ടെങ്കിൽ ഉർവശി മമ്മിയെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉർവശി വിൽ ബി ദ റൈറ്റ് ചോയ്സ്. ഈ മമ്മി എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണ്ടോ? മമ്മി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതന്നെയാണ്. മമ്മി നന്നായിട്ട് സിനിമ കാണും. കാണിക്കുന്നില്ല, ഫോട്ടോ പോലും കാണിക്കുന്നില്ല, പക്ഷെ പോസിബിലിറ്റി ഉണ്ട്, ഒരു പ്രീക്വലോ സീക്വലോ ഒക്കെ വരാം. വാട്ട് ഹാപ്പൻ ടു മമ്മി പാർട്ട് 1. Yeah. How about Nayanthara? Just a thought. Nayanthara, she will be able to do Maybe, that. Maybe prequel or something like that. Yeah. ഇതിനകത്ത് ബാക്കി കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ജോണി ചേട്ടനാണ്, ജോണി അജുവേട്ടന്റെ ക്യാരക്ടർ തൊപ്പി വെച്ചിട്ട്. പപ്പയാണ്, എന്റെ പപ്പയാണ്. ബോണിയുടെ പപ്പയാണ്. ദെൻ അജു വർഗീസ് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അതെന്ത് എങ്ങനെ വിശേഷിപ്പിക്കണം? ഇന്നത്തെ കാലത്ത് ഒരു ഷെർലക് ഹോംസ് എന്നൊക്കെ അല്ലേ പുള്ളിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ജോമോൻ ജ്യോതിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ജോമോനുണ്ട്, ജോമോന്റെ ഫ്രണ്ടായിട്ട്, ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. ഗംഗയുണ്ട്, മീര എന്റെ മമ്മിയുണ്ട്, ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടല്ലോ, ശ്രുതി എന്റെ സിസ്റ്ററായിട്ട്, അദ്രി എന്റെ ഫ്രണ്ടാണ്, പിന്നെ അളിയനായി മാറിയാണ്. അദ്രിയുടെ സിനിമ പാട്ടുള്ള പടങ്ങളൊക്കെ ഹിറ്റ് ആവണുണ്ട്. ഈശ്വരാ മിനിച്ചേക്കണേ, ഇതിലും ഉണ്ടൊരെണ്ണം, അതുകൊണ്ടാണ്. അല്ല, അത് ശരിക്കും പറയാം ബോണി ചെന്ന പട്ടീനെ വെച്ചിട്ടൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ട്രെയിനറാണ് ശരിക്കും. ട്രെയിനർ, പെറ്റ് ഷോപ്പ് ഓണറാണ് ട്രെയിനർ. After Pet Detective. After this, he has a movie called Pet Detective, which he's himself. Pet Detectiveന്റെ ഡയറക്ടർ പ്രണീഷ് ആണ്, ക്യാമറ ആനന്ദ് സി ചന്ദ്രൻ ആണ്, പിന്നെ അഭിനയിക്കുന്നത് അനുപമ പരമേശ്വരനുണ്ട്, പിന്നെ അഭിനവ് സുന്ദർ നായിക്കാണ് എഡിറ്റർ, ഇദ്ദേഹമാണ് പ്രൊഡ്യൂസർ. ഈ കുറച്ച് കാലങ്ങളായിട്ട് പെറ്റ്സിനെ വെച്ചിട്ടുള്ള പടങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ ആരെയും ആ പടത്തിൽ വിളിച്ചിട്ടില്ല, ഈ പടത്തിലുള്ള ആരെയും. ശരിക്കും റിയൽ ലൈഫിൽ പെറ്റ് ഇമ്പാക്ട് ഒക്കെ ഉണ്ടായിട്ടുള്ള ഡോഗ് പേഴ്സൺ അല്ലേ? ഭയങ്കര. ഷർഫൊക്കെ എങ്ങനെ പെറ്റ്സ്? എനിക്ക് അങ്ങനെ ക്രൈസ് ഒന്നുമില്ല, ഇഷ്ടമാണ്, വീട്ടിലുണ്ട്. എന്താ ആരാ? വീട്ടില് ഒരു നാടൻ പട്ടിയുണ്ട്, രസമാണ്, അതിന്റെ പേര് ബിട്ടു. എന്റെ പട്ടിയുടെ പേര് ബിട്ടു. ബ്രൂണോ, ബിബി. രണ്ട് പട്ടിയുണ്ട്. ബ്രൂണോ. എന്റെ മോളുടെ വീട്ടിലുള്ളത് ഒരു പോമറേനിയനാണ്, പേര് അപ്പു. അപ്പു. ഓ, I also love dogs. I don't have, but I love pets. Pet person. Yeah, but others. പപ്പു. Like kids, I like others. Pets, others. നമുക്ക് yes. ഞാൻ എന്റെ സിനിമയിലെ ആദ്യത്തെ സാലറി കൊണ്ട് ഞാൻ ചെയ്തത് ഡാഷാണ്. സിനിമയിലെ ആദ്യത്തെ സാലറി. English? What did you do with your first film salary? Okay. I contributed in my fees for FTI. Give it to my parents. ഞാൻ ആ സമയത്ത് എന്തോ ഒരു ഡ്രസ്സൊക്കെ മേടിച്ചു എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയായിരിക്കും. ഞാനൊരു എന്താ പറയാ, അതൊരു വലിയ എമൗണ്ട് ഒന്നുമല്ല, ചെറിയ എമൗണ്ടാണ്, എന്നാൽ പോലും അതിൻ്റെ ഒരു എനിക്ക് എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ കലാരംഗത്ത് ഫ്രീഡം തന്നിട്ടുള്ള എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുകൊടുത്തു എൻ്റെ ആദ്യത്തെ റെമ്യൂണറേഷൻ ആണെന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു 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 നന്ദി സൂചകമായിട്ട്, കാരണം വെച്ചാൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് തന്നെ ഈ കലാപരിപാടികൾ കാണാനും സിനിമ കാണാനും ഒക്കെ അച്ഛൻ മാക്സിമം സ്വാതന്ത്ര്യം തന്നിരുന്നു. ഒരു ഫിലിം കരിയർ ചൂസ് ചെയ്യുന്നതിന് തൊട്ടുമ്പോൾ കോളേജ് അധ്യാപകൻ്റെ ജോലി അന്ന് ഉപേക്ഷിച്ചിട്ടില്ല, എന്നാൽ പോലും സിനിമയിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫിനെ പോലെ തന്നെ എൻ്റെ അച്ഛനും വേണ്ടത്ര ഒരു പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഫിലിമിലെ സാലറി ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്ക് ഓർമ്മ, ചെക്കായിട്ടാണ് കിട്ടിയത് എനിക്ക്. അതിൽ കിഷോർ എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഡക്ഷനിലുള്ള കിഷോർ ചേട്ടനാണ് എനിക്ക് തന്നപ്പോൾ. കിഷോർ ചേട്ടൻ ഇതില് ഹീറോയിൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കവർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ചെലവായിട്ടുണ്ടാവും വലിയ കാശിന്റെ നല്ല ആവശ്യമുള്ള സമയത്ത് കിട്ടിയത്. പത്മരാജൻ സാറിന്റെ ഇന്നലെ എന്ന സിനിമ കണ്ട് എനിക്ക് സംവിധായകനാകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ആഗ്രഹം വിട്ടുപോയിട്ടില്ല. ഓക്കെ, സി അത് ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്താ പറയുക, ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ജോലിയാണ്. അപ്പോൾ അതിനു വേണ്ടി എല്ലാ രീതിയിലും പ്രിപ്പയർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സിനിമ ഇഷ്ടമുള്ള ഒരു ചിന്ത വരണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നു. ആ കുറിപ്പുകളൊക്കെ ഇപ്പോഴും ഉണ്ടോ? സാറിന്റെ സിനിമകളെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള അതൊക്കെ ഉണ്ട്, വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിലുണ്ടാവും.
ഞാൻ എപ്പോൾ എഴുതുമെന്ന് എൻ്റെ കൂട്ടുകാർ എപ്പോഴും ചോദിക്കാറുണ്ട്. അതെ, എനിക്ക് എഴുത്ത് ഇഷ്ടമാണ്. നാളെ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുന്നില്ല, പക്ഷേ സംവിധായകനാകാനുള്ള ചാൻസ് റിമോട്ടാണ്. എനിക്ക് സംവിധാനം ഒരു പാഷനല്ല. ഇതിനെ വെച്ച് കഥ ഉണ്ടാക്കാൻ ഞാൻ ഓരോ ദിവസവും ഓരോ കഥ ഉണ്ടാക്കിയിട്ട് കുഴിച്ചു മൂടും. ഒരു ദിവസം രാത്രി ഞാൻ എൻ്റെ കഥ വളരെ ആവേശത്തോടെ ഇത് നമുക്ക് നാളെ ആൾക്കാരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ ഇത് പഴയ കഥയാണല്ലോ എന്നെനിക്ക് തോന്നും. അപ്പോൾ എന്ന് ഞാൻ ഉറങ്ങാൻ നേരത്ത് ഇഷ്ടപ്പെട്ട ഒരു കഥ പിറ്റേ ദിവസം രാവിലെയും അത് ഫ്രഷാണെന്ന് എനിക്ക് തോന്നുന്നു, അന്ന് ഞാൻ ആ കഥ എഴുതി തുടങ്ങും. ഇപ്പം ഞാൻ ചിന്തിക്കുന്നതൊക്കെ എനിക്ക് തന്നെ അറിയാം അത് ശരിയാവുന്നില്ല. കാരണം വെച്ചാൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളില്ല, എന്തെങ്കിലുമൊക്കെ സാമ്യം വരുന്നുണ്ട്, അതിൽ പുതുമയില്ല എന്ന് എനിക്ക് പിറ്റേ ദിവസം രാവിലെയെങ്കിലും ബോധ്യം വരുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായി. അത്രയും തിരിച്ചറിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ഭയങ്കര ഉദാത്തമായ സൃഷ്ടിയാണെങ്കിൽ ഞാൻ മണ്ടത്തരത്തിൽ ചെന്ന് ചാടും. ഇതിപ്പോൾ ഞാൻ വേറെ ആരുടെ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് കുഴിച്ചു മൂടുകയാണ്. ഇപ്പം എന്ന് എനിക്ക് തോന്നുകയാണ് അതല്ല, അതിനകത്ത് സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു എലിമെൻ്റ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കഥയായിട്ടോ തിരക്കഥയായിട്ടോ ഒക്കെ അത് മാറിയേക്കാം. ഐ മേ റൈറ്റ് ഇൻ ഫ്യൂച്ചർ. Okay. We'll So, wait. Yeah. so the day my family realized I am a celebrity. The family never thinks you like a celebrity. You are like their son, and they will behave the way they behave with you. But yes, there is, sometimes I feel you cannot give anything to your parents in return. Whatever they have done in your life, you cannot give anything back. But we doing something nice in our lives, that look and that assurance in parents' eyes is what something probably you can give back. So that is what I have seen, and I'm grateful that I could do that to them. So that is it. Otherwise, no celebrating what. It's all same. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ഉണ്ടോ? ഫാമിലി റിയലൈസ് ചെയ്ത മൂവ്മെന്റ് ഉണ്ടോ ഞാനൊരു സെലിബ്രിറ്റി ആയി? പുറത്തുപോയ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തൊരു മൂവ്മെന്റ് അങ്ങനെ സംഭവിച്ചിട്ടില്ല? ഉണ്ട്, അങ്ങനെ ഉണ്ട്. വാപ്പച്ചിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പത്രത്തിൽ ഫോട്ടോ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇതായിരുന്നു. പോസ്റ്റർ ഒട്ടിച്ചൊന്നും ചിലപ്പോൾ വാപ്പച്ചി ഒന്നിച്ച് കണ്ടിട്ടുണ്ടാവും. എന്നെ എപ്പോഴും വിളിക്കുന്നത് ന്യൂസ് പേപ്പറിൽ വരുമ്പോൾ വിളിക്കും, നിന്റെ ഫോട്ടോ ഉണ്ടല്ലോ എന്ന് പത്രത്തിൽ തുറന്നിട്ട്, അങ്ങനെയാണ് വിളിക്കാറുള്ളത്. അങ്ങനെ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒന്നും ഒരിക്കലും വീട്ടിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. എന്താ പ്രതീക്ഷിക്കുന്നുമില്ല. അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അച്ഛൻ സിനിമകൾ കണ്ട് എൻജോയ് ചെയ്യും. അമ്മു കണ്ടിട്ട് അച്ഛനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അമ്മ അത് കണ്ടില്ല, അമ്മയ്ക്ക് വിഷമമായിട്ട് അമ്മ അത് ആ സിനിമ കണ്ടില്ല. അതെ, അമ്മയ്ക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം, ഞാൻ കാണില്ല പറഞ്ഞു. അമ്മ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഞാൻ ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ പറ്റില്ല പറയും, കാരണം അവർക്ക് ഡിസ്റ്റർബൻസ് ആവരുത് എന്നുള്ള രീതിയിൽ. അപ്പം അമ്മ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ട് അത് നീ കൊടുത്തേക്കാ, സാരമില്ല ഞാൻ മാറി നിന്നോളാം. എനിക്ക് അവരെ ആ സമയത്തേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരുമല്ലോ ഫോട്ടോ എടുക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറ്റില്ല എന്നുള്ള രീതി പറയണല്ലേ. ഞാൻ ഭയങ്കര ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണെങ്കിൽ ഞാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പം അമ്മ അത് ചെയ്യൂ, അവർക്ക് അത് സന്തോഷമാവുകയാണ്. ഒരു വ്യക്തിക്ക് നിനക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ നീ സിനിമ നടിയാണ്, അത് ചെയ്യൂന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. സോ അത് എനിക്കൊരു ആ സമയത്ത് മാത്രം ചിലപ്പോൾ ഷീ ഈസ് അക്സെപ്റ്റിംഗ് ദാറ്റ് ഐ എം സംബഡി ഹൂസ് നോൺ ടു പീപ്പിൾ. അല്ലാണ്ട് ഉള്ളൊരു സെലിബ്രിറ്ററി ട്രീറ്റ്മെന്റ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഐശ്വര്യയുടെ പടം? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് വിജയ് സൂപ്പർ പൗർണമി. വിജയ് സൂപ്പർ ഭരതന് ഇഷ്ടമാണ്. അമ്മ ഘട്ടഗുസ്തി, അയ്യോ ഘട്ടഗുസ്തി മൾട്ടിപ്പിൾ ടൈംസ് കണ്ടിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി? അത് ഘട്ടഗുസ്തി 2 വരുന്നുണ്ട്. ട്വിറ്ററിലുണ്ടോ? ട്വിറ്ററിലെല്ലാം കിടക്കും. സിനിമയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ കുമാരി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത്. ഇമോഷണൽ തീരുമാനമായിരുന്നു. അതെ, ഡിറ്റക്റ്റീവ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാനായിരുന്നില്ല എൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള പ്ലാനിൽ നിന്നത്. പിന്നെ ഒരു പോയിന്റിൽ എൻ്റെ സുഹൃത്താണ് അതിൻ്റെ സംവിധായകൻ. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയത്. ഹലോ മമ്മി കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇംപ്രസ് ചെയ്ത അല്ലെങ്കിൽ ബൾബ് കത്തിയ ഒരു ഫാക്ടർ എന്തായിരുന്നു? ഈ സിനിമയിൽ ഒരു പോയിന്റിൽ മമ്മി ഞാനൊരു സിങ്ക് ആവുന്നൊരു പോയിന്റ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതിനകത്ത് ഈ ഹ്യൂമർ ഉണ്ട്, കഥയിൽ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. എനിക്കിതിൻ്റെ ഇമോഷണൽ പാർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അതിൽ എനിക്കും ഒരു റോളുണ്ട്, ഈ ഇമോഷൻസിൻ്റെ. ആ ഇമോഷൻസാണ് എന്നെ ഹുക്ക് ചെയ്തത്. I thought this was something very original, not seen, not heard, and very funny.
And funny, I don't like funny in terms of we are doing funny. The situational, the situation in itself is so funny, you don't do anything and it's funny. That's what I like the best. So that is the thing. I think it's a proper fest humor movie. All the time you have gun or something like that in your hand. Shehzada, you had that. Yeah, I think so. Yeah. So, But I don't know, I'm making people laugh, so that is different. I'm not. ഇപ്പൊ നമ്മുടെ നവംബർ 21 ഹലോ മമ്മി തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദ ഓൾസം എന്റർടൈനർ നവംബറിൽ നിങ്ങൾ തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. കരിയറിൽ ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു. Nani. നന്ദി.